ഇറാന് നേരെ സൈനിക ആക്രമണം ഉണ്ടായാൽ മാരക തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ്റെ വിദേശ നയതന്ത്ര തലവൻ കമാൽ കരാസി പറഞ്ഞു. ഒരു മീഡിയയുമായിട്ടുള്ള അഭിമുഖത്തോടനുബന്ധിച്ച് ഇപ്പോഴുള്ള അവസ്ഥ, ഇറാൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും, അമേരിക്ക വീണ്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നെല്ലാമുള്ള ചോദ്യത്തിനാണ് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നയവും നിലപാടും കമാൽ കരാസി പറഞ്ഞിരിക്കുന്നത്. പരമാധികാരവും ദേശീയ നിലപാടും വിട്ടുവീഴ്ച ചെയ്തുള്ള ഒരു പ്രവർത്തനത്തിനും തങ്ങൾ തയ്യാറല്ലെന്നും കീഴടങ്ങുക എന്നുള്ളത് പേർഷ്യൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാത്തൊരു കാര്യമാണ്. ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പേർഷ്യൻ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകമായ രീതിയിൽ പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് ഇസ്രായേലിനെയും അമേരിക്കയെയും പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ കമാൽ കരാസി പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരിട്ട ഇടപെടലും ബന്ധങ്ങളും ഇറാൻ ഉണ്ട് എന്നുള്ളതും, ഇറാനാണ് ഈ പ്രശ്നം വഷളാക്കിയത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: വഷളാക്കുന്ന ഒരു വിഷയം ഇവിടെ ഇല്ലല്ലോ. ഫലസ്തീൻ പറയുന്നത് അവരുടെ ദേശത്തിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്, അത് അവരുടെ അവകാശവുമാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ മധ്യയാണല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. അവരല്ലേ ഇട്ടെറിഞ്ഞു പോകേണ്ടത്, അല്ലാതെ ഫലസ്തീനുകളല്ലല്ലോ. അവരുടെ ദേശം കൈയടക്കിക്കൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. രാജ്യത്ത് ലോക ചരിത്രത്തിൽ ഈ ഒരു ദേശത്ത് മാത്രമാണ് സ്വാതന്ത്ര്യ സമരങ്ങളും വിഷയങ്ങളും നടക്കുന്നത്. പരമാധികാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നൂറുകണക്കിന് രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചതെല്ലാം ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ലോകത്തിനത് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ദേശം അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? അത് ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമാണ്. അത് ഭാഗിച്ചു കൊടുക്കാതെ എന്തിനാണ് അവരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അമേരിക്കയും ഇസ്രായേലുമാണ്, ബാക്കിയുള്ള രാജ്യങ്ങളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതികളെ കുറിച്ചുള്ള വിഷയത്തിലാണ് ഇങ്ങനെ പറയുന്നത്: പരോക്ഷ ആണവ ചർച്ചകൾക്കിടയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഏറെക്കുറെ അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അന്തിമ കരാർ എത്താനുള്ള അവസാനവട്ട ചർച്ചയായിരുന്നു ഒമാനിൽ വെച്ച് നടന്നത്. 6ാം തവണത്തെ ചർച്ച എന്നാണ് പറയുന്നത്. ഏറെക്കുറെ അത് പൂർത്തിയാകുന്ന ഒരു ചർച്ചയിലേക്ക് എത്തിയിരുന്നു. അതിന് 2 ദിവസം മുമ്പാണ് ഇസ്രായേൽ പരമാധികാര രാജ്യമായിരിക്കുന്ന ഇറാൻ ആക്രമിക്കുന്നത്. അതിനു മുൻപ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടൊന്നുമില്ല. യാതൊരു വൈരാഗ്യങ്ങളോ വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തികളോ ഇസ്രായേലിനോട് ചെയ്തിട്ടില്ല. ഇസ്രായേലിനോട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ ശത്രുക്കളാണ് എന്നുള്ളത് അവർക്കറിയാവുന്നതാണ്, അത് ലോകത്തിനും അറിയാവുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ അക്രമ രീതിയിലേക്ക് തങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു. അത് ഈ പറയപ്പെട്ട വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പൂർണ്ണത കൈവരുത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ട് ആക്രമിച്ചതാണ്. അപ്പോൾ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടുകൂടി ഒരു കാര്യം ഇറാന് ബോധ്യമായി: ഇതങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും കീഴടക്കാൻ പറ്റുന്ന രാജ്യമല്ല എന്നുള്ളത്. ഒടുവിൽ അവർ തന്നെയാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് താൽക്കാലിക ഒരു വെടിനിർത്തൽ, കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാതെ നടക്കുന്ന യുദ്ധം നിർത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കാലെയുള്ള വെടിനിർത്തലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലാതെ യുദ്ധം അവസാനിച്ചെന്നോ ഇസ്രായേൽ തങ്ങൾ ആക്രമിക്കില്ലെന്നോ ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും ഈ കരാർ വ്യവസ്ഥയിൽ ഈ ഒരു വ്യവസ്ഥയിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു കരാർ വ്യവസ്ഥയും പറഞ്ഞിട്ടില്ല എന്നുള്ളതും തങ്ങളിപ്പോഴും യുദ്ധഭൂമിയിലാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ കമാൽ കരാസി പറഞ്ഞു. ഇത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അമേരിക്കയെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. അതെങ്ങനെ തുടർന്ന് ഓരോരോ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്: 1957-ലും 1988-ലും ഇറാൻ്റെ എണ്ണ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. 2011-ൽ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2020-ൽ കാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. 2025-ൽ തങ്ങളുടെ ആണവ കേന്ദ്രം, അതായത് ഈ വർഷം ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് തങ്ങളുടെ ആണവ നിലയത്തെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമൊന്നുമല്ല. അതൊരു തുടർച്ചയുടെ ഭാഗമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ അവർ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാജ്യം തന്നെയാണ് ഇറാൻ എന്ന് പറയും. തങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്, അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഞങ്ങൾ ആക്രമിച്ച സമയത്ത് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ബാഗ്ദാദിൽ വെച്ച് നമ്മൾ പറഞ്ഞ കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ അടങ്ങിയിരുന്നിട്ടൊന്നുമല്ല. ഞങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തി. 60-ലധികം മിസൈലുകളാണ് ഞങ്ങൾ അങ്ങോട്ട് പായിച്ചത്. 30-ലധികം സൈനികർ അവിടെ കൊല്ലപ്പെട്ടു. അവരത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും
വലിയ രീതിയിലുള്ള നാശങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ മിസൈലിലും ഒന്നിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് അതിന് ഉള്ളിൽ മരണപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു രൂപം പറയാൻ വേണ്ടി സാധിക്കില്ല. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ അവർ തന്നെയാണ് മുൻകൈയെടുത്തത്. അവരാണ് തങ്ങളുടെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തി. ഞങ്ങളങ്ങനെ അടങ്ങി നിന്നിട്ടില്ല, ഞങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് വീണ്ടും ഒരു അക്രമ രീതിയെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് പാലസ്തീനേക്കാണ് വലിയ രീതിയിലുള്ള ശത്രുതയായിട്ട് കാണുന്നത്. കാര്യം അവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അവിടെ നിന്നാണ് സഹായം നൽകുന്നത്, അവിടെയാണ് തന്ത്രം പ്രയോഗിക്കുന്നത്. ആ തന്ത്രത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ്. എല്ലാവിധ കാലോചിതപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന സർവ്വ ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടും യഥാർത്ഥത്തിൽ അവർ പറയുന്ന 2 വർഷം ഗസയ്ക്ക് നേരെ യുദ്ധം ചെയ്തിട്ടും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏതെങ്കിലും സ്ഥലത്തിൽ ഏതെങ്കിലും സമയത്തോ ഇസ്രായേലിനെതിരെ പോരാടിക്കുന്ന വിഭാഗങ്ങളുടെ കയ്യിൽ ആയുധത്തിൻ്റെ കുറവുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും രാജ്യം അവർക്ക് ആയുധം നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിന്, അത്രയും ശക്തമായിരിക്കുന്ന ഒരു രാജ്യത്തിനോട് പ്രതിരോധി തീർക്കാൻ മാത്രം ഈ ഹമാസിൻ്റെ കൈവശത്തിലേക്ക് എവിടെ നിന്നാണ് ആയുധം നൽകുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇറാനാണ് എന്നതിന് അപ്പുറം മറ്റൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ പറയാമെന്നല്ല, തെളിവ് അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഗസ എന്ന് പറയുന്ന ദേശത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിൻ്റെ കൈവശത്തിലായിട്ടും അവർ ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കൈവശത്തിലേക്ക് വരുന്ന ആയുധങ്ങളെക്കുറിച്ചോ വരുന്ന റൂട്ടിനെക്കുറിച്ചോ അവർ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ചോ ഇനി ബന്ദികൾ താമസിക്കുന്ന മേഖലയെക്കുറിച്ചോ 2 വർഷമായിട്ടും ഇസ്രായേൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രക്ക് വലിയ ബുദ്ധിപരമായിരിക്കുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേൽ നേരെ നടത്തിയത്. ഇറാൻ ഇസ്രായേൽ നേരെ നടത്തിയതും അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് ആ തിരിച്ചടികളെല്ലാം അവരുടെ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൽ ഒതുങ്ങുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ സ്ഥിതി മറ്റൊന്നായിരുന്നു. അതിനെയും തകർത്തുകൊണ്ട് വലിയ മുന്നേറ്റം ഇസ്രായേലിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അപമാനം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. ലോകത്ത് എല്ലാ കാലത്തും വലിയ സൈനിക ബലം ശക്തിയുള്ള രാജ്യമാണ് എന്ന് പല ഘട്ടങ്ങളിലും തെളിയിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. മാത്രമല്ല 30-ലധികം തവണയെങ്കിലും വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇസ്രായേലിനെ UN സഭയിൽ നിന്ന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ അനുസരിച്ച് ജയിൽ ശിക്ഷയോ മറ്റെന്തെങ്കിലും കഠിന ശിക്ഷയോ നൽകുന്നതിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിച്ചത് അമേരിക്കയാണ്. അത്ര കരുത്തുള്ള ശക്തിയുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏകദേശം 40ഓളം രാജ്യങ്ങൾ തങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആയുധപരമായിട്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന ഈ ഹമാസിന് ആരെങ്കിലും ആയുധം കൊടുത്തിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് നിന്ന് ആയുധം കിട്ടിയിട്ടുണ്ടോ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത് ആയുധങ്ങൾ എത്തിക്കുന്ന റൂട്ടിനെ കുറിച്ച് ഒരു ഐഡിയയും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്: ഇറാന് നേരെ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇസ്രായേലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കണം. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഇറാനും അമേരിക്കയും ഒരു യുദ്ധത്തിലാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേലിന് സുരക്ഷിതത്വം ഉണ്ടാവുന്നവർ കണക്കൂട്ടുന്നു. ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം 1-ലധികം തവണയെങ്കിലും അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് യമനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ അവസാനിപ്പിക്കണം, എന്നിട്ട് യമനെ ആക്രമിക്കണം, തങ്ങളും അതിന് സഹായിച്ചു തരാം. ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ വരുന്ന മിസൈലുകൾ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന സീപോർട്ടിലെല്ലാം ഇത് വീണ് പൊട്ടുന്നു, നാശങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ സീപോർട്ട് 2-ലധികം സീപോർട്ട് ഇപ്പോൾ തന്നെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു വല്ലാത്ത സാഹചര്യങ്ങളും ഒരു അവസ്ഥയിലുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം നിലനിൽക്കുന്നത് എന്നതിനാൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതൊരു നിലനിൽപ്പിൻ്റെ കൂടി വിഷയമാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇസ്രായേൽ പറയുന്ന അതേ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ വലിയ തിരിച്ചടി ഉണ്ടാകും. അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നു പോകും. അങ്ങനെ അകന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായും സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ ക്ഷീണം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇടപെടലുകളും ഇപ്പോഴത്തെ സംസാരങ്ങളെല്ലാം മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്, അമേരിക്ക ചെയ്യുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇറാൻ പറഞ്ഞ അവസാനിപ്പിച്ച കാര്യം ഇതാണ്: തങ്ങളുടെ പരമാധികാരം, തങ്ങളുടെ ഭരണഘടനാ നിയമവ്യവസ്ഥ, ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റമുള്ള പ്രയാണത്തിന് അനിവാര്യമായിരിക്കുന്ന വസ്തുക്കളെ സൃഷ്ടിക്കണം എന്നുള്ള നിലപാടുകളെല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല എന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ അടിച്ചേൽപ്പിക്കുക, അതായത് അമേരിക്കക്ക് അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, എന്നിട്ട് അവരെ വല്ലാതെ ക്ഷയിപ്പിക്കുക, അവരെ പ്രയാസത്തിലാക്കുക, എന്നിട്ട് അവരെ പിടിച്ചടക്കുകയോ അതല്ലെങ്കിൽ അവിടെ ഒരു വിമത ബദൽ സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളൊക്കെ ആഗ്രഹം. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. പല തലത്തിലും പല രീതിയിലും പല രൂപത്തിലും അവരിതൊക്കെ പരിശോധിച്ചതാണ്, പരീക്ഷിച്ചതാണ്. ഒന്നും വിജയിക്കാതെ അമേരിക്ക ഇട്ടെറിഞ്ഞു പോയ രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പ്രയാസമൊന്നുമില്ല, അതിജീവിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരിക്കുന്ന കമൽ ഖറാസി തൻ്റെ അഭിമുഖം അവസാനിപ്പിക്കുന്നത്.